ഏറ്റവും ശക്തിയുള്ള ദിവസങ്ങളാണ് നവരാത്രി ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിങ്ങനെ 3 ശക്തികളും സംയുക്തമായി നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് വളരും പോലെ നിങ്ങളുടെ ജീവിതവും ഐശ്വര്യം കൊണ്ട് പൂത്തുലയുന്നതായി. ഈ പറയുന്ന കിഴക്ക് ഭാഗത്ത് ഇടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഇടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കരിമഞ്ഞൾ ഒരു മൂട് വാങ്ങി നട്ടു വളർത്തുക. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവരാത്രി കാലം എന്ന് പറയുന്നത് ഈശ്വരാധീനത്തിന്റെയും ഈശ്വര കൃപയുടെയും കാലമാണ്. നമ്മുടെ ജീവിതത്തില് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദോഷങ്ങളും സകല ദുഃഖങ്ങളും ദുരിതങ്ങളും തീർക്കാൻ ഭഗവതി നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല അവസരം. ഏറ്റവും ശക്തിയുള്ള ദിവസങ്ങളാണ് നവരാത്രി ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിങ്ങനെ 3 ശക്തികളും സംയുക്തമായി നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന കാലമാണ് നവരാത്രി കാലം എന്ന് പറയുന്നത്. ഭഗവതി മഹേശ്വരിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് 100 ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കുന്ന സമയമാണ് ഇത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തില് നല്ല ഒരു കാര്യമാണ്. ഈ നവരാത്രി കാലം തീരുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ പറയുന്ന ചെടി നിങ്ങളുടെ വീടിന്റെ ഞാൻ ഈ പറയുന്ന ഭാഗത്തൊന്ന് നട്ടു വളർത്തി നോക്കിക്കേ. ആ ചെടി വളർന്നു കിട്ടിയാൽ, അതൊന്ന് പച്ച പിടിച്ച് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഉയർച്ചയുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവും പച്ച പിടിക്കും. ജീവിതത്തിലെ ഉയർച്ച നൽകുന്ന, നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല മുന്നേറ്റം നൽകുന്ന ഈ നവരാത്രി കാലത്ത് വീട്ടിൽ നട്ടു വളർത്തേണ്ട ചില ചെടികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാവർക്കും എല്ലാം നട്ടു വളർത്താൻ പറ്റണമെന്നില്ല. ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഞാൻ ഈ പറയുന്ന സ്ഥാനത്ത് ഈ നവരാത്രി തീരുന്നതിന് മുൻപായിട്ട് നട്ടു വളർത്തൂ. നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും. ആ ചെടി വളരും പോലെ നിങ്ങളുടെ ജീവിതവും ഐശ്വര്യം കൊണ്ട് പൂത്തുലയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ചെടികള്, ഏത് ഭാഗത്താണ് നട്ടു വളർത്തേണ്ടത് എന്നതിനെ കുറിച്ച്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിൽ ഏറ്റവും ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് കരിമഞ്ഞളാണ്. സാധാ മഞ്ഞളല്ല, കരിമഞ്ഞൾ എന്ന് പറയുന്നത് ഔഷധ ഗുണങ്ങളൊക്കെ കൂടുതലുള്ള ഒരു വാസ്തു സസ്യവും അതുപോലെ തന്നെ ഒരു ആയുർവേദ സസ്യവും കൂടിയാണ്. ഒരുപാട് മരുന്നുകൾക്കൊക്കെ പാത്രമാകുന്ന ഒരു സസ്യമാണ് കരിമഞ്ഞൾ എന്ന് പറയുന്നത്. ഈ കരിമഞ്ഞൾ മഹാലക്ഷ്മി ചൈതന്യം കുടികൊള്ളുന്ന, ഭഗവതി ചൈതന്യം കുടികൊള്ളുന്ന ഒരു സസ്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഈ കരിമഞ്ഞൾ നട്ടു വളർത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. നമ്മൾ രാവിലെ ഉറക്കമുണർന്ന് വന്ന് ഈ ചെടി കാണുന്നത് നമുക്ക് എല്ലാ രീതിയിലും ഐശ്വര്യം കൊണ്ടുതരും. നമ്മുടെ വീട്ടില് ഈ പറയുന്ന കിഴക്ക് ഭാഗത്ത് ഇടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഇടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കരിമഞ്ഞൾ ഒരു മൂട് വാങ്ങി നട്ടു വളർത്തുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും. സാക്ഷാൽ മഹാലക്ഷ്മി വന്നു കയറുന്നതിന് തുല്യമായിരിക്കും ഈ നവരാത്രി കാലത്ത് കരിമഞ്ഞൾ നട്ടു വളർത്തുന്നത്. അപ്പൊ കരിമഞ്ഞളാണ് ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, എരിച്ചില്, ശാപവാക്കുകൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണോ? ആണെങ്കിൽ ഈ നവരാത്രി സമയത്ത് വീടിന്റെ കന്നിമൂലയ്ക്ക് കള്ളിപ്പാല ഒരു മൂട് നട്ടു വളർത്തുക. ഏറ്റവും ശക്തിയുള്ള കാര്യമാണ് ഈ നവരാത്രി കാലത്ത് ഇത് ചെയ്യുക. ഭഗവതിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു മൂട് കള്ളിപ്പാല വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക്, സ്ഥാനം മാറ്റരുത്, സ്ഥാനം കൃത്യമായിട്ട് നോക്കണം, ആ സ്ഥാനത്ത് തന്നെ വളർത്തണം. വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക്, കന്നിമൂല എന്ന് പറയും, ആ തെക്ക് പടിഞ്ഞാറേ മൂലയില് ഈ ഒരു ചെടി നട്ടു വളർത്തിക്കഴിഞ്ഞാൽ, കള്ളിപ്പാല നട്ടു വളർത്തിക്കഴിഞ്ഞാൽ സകല പ്രാക്കും എരിച്ചലും കണ്ണേറും ദൃഷ്ടിദോഷവും ശത്രുദോഷവും എല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ജീവിതത്തില് അതെല്ലാം നീങ്ങി ഐശ്വര്യം വന്ന് നിറയുന്നതായിരിക്കും.
അപ്പൊ രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് കള്ളിപ്പാലയാണ്. ഈ ചെടിയാണ് നവരാത്രി തീരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നട്ടു വളർത്തേണ്ടത്. ഇനി അടുത്ത ചെടി, മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് കർപ്പൂര തുളസിയാണ്. ധന്വന്തരി ദേവനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ചെടിയാണ് കർപ്പൂര തുളസി എന്ന് പറയുന്നത്. ഏറ്റവും ഐശ്വര്യമാണ്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെയും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെയും അംശമാണ് കർപ്പൂര തുളസി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീടിന്റെ വടക്കു ഭാഗത്ത് എത്രത്തോളം നട്ടു വളർത്താനാവുമോ അത്രത്തോളം നട്ടു വളർത്തുക. കർപ്പൂര തുളസി കാട് പോലെ വീടിന്റെ വടക്കു ഭാഗത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടില് ഒരിക്കലും ധനത്തിന് മുട്ടുണ്ടാകില്ല. അത്രയും ഐശ്വര്യമാണ്. വളർന്നു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചെടി തന്നെയാണിത്. പക്ഷെ വളർന്ന് കിട്ടി ഇതുപോലെ നിറച്ചുണ്ടായി കഴിഞ്ഞാല് അതിന്റെ ഉയർച്ചയും ഐശ്വര്യവും പുണ്യവും ആ വീടിനുണ്ടാകും എന്നുള്ളതാണ്. വളർത്തിയെടുക്കണം. വളർത്തിയെടുത്തു കഴിഞ്ഞാല് കർപ്പൂര തുളസി പോലെ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു സസ്യം വീടിന് വേറെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ചെടി നിങ്ങൾക്ക് വീടിന്റെ ഏത് ഭാഗത്തും വളർത്താവുന്നതാണ്, ദോഷമൊന്നുമില്ല. പക്ഷെ വടക്ക് ഭാഗത്ത് വളർത്തുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചെടി എന്ന് പറയുന്നത് താമരയാണ്. താമര എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, താമര എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ്. ഏത് വീട്ടിലാണോ താമര വളരുന്നത് അല്ലെങ്കിൽ താമര ഉണ്ടാകുന്നത് അത് ദേവിയുടെ വാസസ്ഥാനമായിട്ട് മാറും എന്നുള്ളതാണ്. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു ചെറിയ താമരക്കുളമോ അല്ലെങ്കിൽ ടബ് വാങ്ങി വെച്ച് അതിൽ താമര വളർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണ്. ഈ ഒരു നവരാത്രി സമയത്ത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടബ് വാങ്ങി അതിൽ ജലം നിറച്ച് നമുക്ക് താമരയൊക്കെ നല്ല ഇനം താമരകൾ വാങ്ങാൻ കിട്ടും. ആ ടബില് താമര വളർത്തുക, ഏറ്റവും ഐശ്വര്യമാണ്. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക്, അതായത് ഈശാനകോൺ എന്ന് പറയും, ആ ഭാഗത്ത് വളർത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഇരട്ടിയാണ് എന്നുള്ളതാണ്. വടക്ക്, വടക്ക് കിഴക്ക്, കിഴക്ക് ഈ 3 ഭാഗങ്ങളിലും താമര ഇത്തരത്തിൽ ടബിൽ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് എവിടെയാണോ സ്ഥലമുള്ളത് ആ ഒരു ഭാഗത്ത് താമര ഈ ഒരു സമയത്ത് വാങ്ങി വളർത്തുക, ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചെടി അല്ലെങ്കിൽ വൃക്ഷമാണ് ജാതിമരം എന്ന് പറയുന്നത്. വീടിന്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഈ 2 ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ, പുരയിടമൊക്കെ ഉള്ളവർക്കേ ഇത് വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ജാതിമരം ഈ ഒരു സമയത്ത് വാങ്ങി വളർത്തുന്നതും അതീവ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഐശ്വര്യം നൽകുന്ന കാര്യമാണ്. ആ വീടിന് ഒരുപാട് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന, ഉയർച്ച പ്രദാനം ചെയ്യുന്ന, സാമ്പത്തിക വളർച്ച പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷമാണ് ജാതിമരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് മൈലാഞ്ചി ചെടി എന്ന് പറയുന്നത്. ചിലർ പറയാറുണ്ട് മൈലാഞ്ചി വീട്ടിൽ വളർത്താൻ പാടില്ല എന്ന്. അങ്ങനെയൊന്നുമല്ല, അത് തെറ്റാണ്. മൈലാഞ്ചി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വാഴുന്ന മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ചെടിയാണെന്നാണ് പറയുന്നത്. മൈലാഞ്ചി ചടങ്ങുകൾക്ക് വരെ നമ്മുടെ ഹൈന്ദവ സമൂഹങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്ക് വിശേഷപ്പെട്ട ചെടിയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. അപ്പൊ മൈലാഞ്ചി നമ്മുടെ പുരയിടത്തിന്റെ അതിര്, പ്രത്യേകിച്ചും വടക്കേ അതിരിന് അല്ലെങ്കിൽ പടിഞ്ഞാറേ അതിരിന് നട്ടു വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. വീടിനോട് അധികം ചേർത്ത് വളർത്തണ്ട. നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ പുരയിടത്തിന്റെ പടിഞ്ഞാറേ അതിരിന് അല്ലെങ്കിൽ വടക്കേ അതിരിന് വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. നമ്മുടെ വീട്ടിൽ ഒരു ചെടി നട്ടു വളർത്തുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതും ഈ പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഐശ്വര്യം നമുക്ക് ലഭിക്കും. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ചെടികളിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ചെടികൾ അതിൽ ഒന്നെങ്കിലും നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാം നട്ടു വളർത്താൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ചെടിയിൽ ഒന്നെങ്കിലും നട്ടു വളർത്താൻ സാധിക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.